ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായി നടന്നു. 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന നേർച്ച സദ്യ കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആശീർവദിച്ചു. നേർച്ച വിതരണ ഉദ്ഘാടനവും ബിഷപ്പ് നിർവഹിച്ചു. ഞങ്ങൾക്ക് ശാരീരികാരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ആവലപ്പെടരുതെന്ന് അറിയിക്കുന്ന കർത്താവേ, എല്ലാ ഭൗതിക ആഹാരങ്ങൾക്കുപരിയായി അങ്ങയുടെ തിരുവചനം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ അന്തോണീസിന്റെ ശക്തമായ മാധ്യസ്ഥം ഈ ദിവസവും ഇനിയുള്ള ദിനങ്ങളിലും കൂടുതൽ അനുഭവപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ എല്ലാ യാതനകളും എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവ ഞങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്തവരെയും ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാ മക്കളെയും ഈ തീർത്ഥാടന കേന്ദ്രത്തെയും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ദേവാലയത്തിൽ എത്തിച്ചേർന്ന ബിഷപ്പിന് തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ റവറന്റ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, സഹവികാരി ഫാദർ ആൻസ് പല്ലിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ചു. വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുവാൻ നാം ഒരുമിച്ച് കൂടുമ്പോൾ
നമ്മുടെ ഈ ജീവിതത്തിൽ വിശുദ്ധ അന്തോണീസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഹൃദയപൂർവ്വം എന്ന് പറയാം. നമുക്ക് അറിയാവുന്ന പോലെ എല്ലാ ചൊവ്വാഴ്ചകളും വ്യത്യസ്തമായ ചൊവ്വാഴ്ചയാണെന്ന് നമ്മൾ ഒരു വർഷം കാത്തിരുന്ന നമ്മുടെ വിവാഹത്തെ തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മുടെ തിരുനാളെന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവിൻ്റെയും തിരിച്ചു വരവിൻ്റെയും തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമാണ്. നമുക്ക് എന്ത് തിരിച്ചറിവാണ് ഉണ്ടായത്? വിശുദ്ധ അന്തോണീസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നഷ്ടപ്പെട്ടത് കണ്ടെത്തി തരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി മാധ്യസ്ഥം പറയുന്ന വിശുദ്ധനാണ്. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് വസ്തുക്കളല്ല, ചിലപ്പോൾ ചില ബോധ്യങ്ങളാവാം, ചില ദൗത്യങ്ങളാവാം, ചില മൂല്യങ്ങളാവാം, നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയങ്ങൾ, ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ, ഇവയൊക്കെ വീണ്ടും മാറ്റിക്കൊണ്ട് പുതിയ ഒരു ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെല്ലാം തിരികെ നൽകണമേ. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഇന്നത്തെ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കണം. 1,00,000 പേർക്കായി ഒരുക്കിയിരിക്കുന്ന നേർച്ച സദ്യയിൽ രാത്രി വരെ ജനങ്ങൾ പങ്കുകാരായി. മെയ് 19 8-ാം ഇടം. അനുഗ്രഹദായകമായ തിരുനാൾ മഹോത്സവത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ അഭിനന്ദ പിതാവ് CJ ജോയ്, സിറ്റി വോയ്സ്, ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.